ഹേ ഗായ്സ്, ദിസ് ഈസ് സോ ജാരീബ് ടാരോഡിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അടുത്തതായി എന്താണ് നടക്കാൻ പോകുന്നത്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് മാറാനുള്ള ചാൻസ് ഉണ്ടോ, ഓക്കെ യൂണിവേഴ്സൽ മെസ്സേജ് എന്താണ്, നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള പേഴ്സണാണോ ഇത്, എന്താണ് മുന്നോട്ടേക്ക് നടക്കാൻ പോകുന്നത്, അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ് എന്നും കൂടി നമുക്ക് നോക്കാം. ഇന്നിവിടെ ഞാൻ 2 പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത്. പൈൽ നമ്പർ 1 ആൻഡ് പൈൽ നമ്പർ 2. ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റായി തോന്നുന്നത് അത് ചൂസ് ചെയ്യുന്നതാണ്. വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം. അതായിരിക്കും കുറച്ചും കൂടി ഈസി. ഓക്കെ, അതേപോലെ തന്നെ ഫ്രീ റീഡിങ്ങിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഏഞ്ചൽ നമ്പേഴ്സിനെ പറ്റി, യൂണിവേഴ്സിൻ്റെ അടുത്തുള്ള ഗ്രാറ്റിറ്റ്യൂഡ്, നിങ്ങൾ അടുത്ത സമയത്തായിട്ട് ഏറ്റവും അധികം കാണുന്ന ഏഞ്ചൽ നമ്പേഴ്സ്, നിങ്ങളുടെ സിറ്റുവേഷൻ, വാട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതിൽ നിന്നും ഞാൻ 10 ഡേയ്സ് കൂടുമ്പോൾ ഞാൻ 1, 2, 3 അതിൽ കൂടുതലോ ആൾക്കാരെ സെലക്ട് ചെയ്ത് വീഡിയോയിൽ തന്നെ പറയുന്നതായിരിക്കും. ഒരു 2 ദിവസം മുന്നേ ഞാൻ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് പേരെ കഴിഞ്ഞ സെക്ഷനിൽ. അടുത്ത് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. യൂണിവേഴ്സായിട്ട് എപ്പോഴാണോ നിങ്ങൾക്കൊരു മെസ്സേജ് തരാൻ ആഗ്രഹിക്കുന്നത് ആ സമയത്ത് നിങ്ങളുടെ പേര് സെലക്ട് ആവും. ഓക്കെ, അവർക്ക് ഞാൻ ഫ്രീ റീഡിംഗ് ചെയ്ത് കൊടുക്കുന്നതുമായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം. ക്വീൻ ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്, വീൽ ഓഫ് ഫോർച്യൂൺ, 7 ഓഫ് സോഡ്സ്, പേജ് ഓഫ് സോഡ്, ദ ഹെർമിറ്റ്, പേജ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്, 6 ഓഫ് സോഡ്സ്, അതേപോലെ തന്നെ 4 ഓഫ് സോഡ്സ്, 4 ഓഫ് വാൺസ് ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് 9 ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കറൻ്റ്ലി പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ അത്രയ്ക്കൊരു സ്മൂത്ത് ഗോയിങ് ആയിട്ടും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. 2 പേർക്കും ഒരു ക്ലാരിറ്റി ഇല്ല. വേറൊരു കാര്യം യൂണിവേഴ്സായിട്ട് എനിക്കിവിടെ കാണിച്ചു തരുന്നത്, ഈ പേഴ്സൺ പലപ്പോഴും നിങ്ങളടുത്ത് കള്ളം പറഞ്ഞിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്തിട്ടുണ്ട് എന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ ചോദിക്കുന്നതിനോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പല കാര്യങ്ങളും മറച്ചു വെക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് വേണ്ടാന്ന് വെക്കാനും ഈ പേഴ്സണ് സാധിക്കുന്നില്ല. മേ ബി ആ ഒരു കള്ളങ്ങളൊക്കെ പറയുന്നതും നിങ്ങൾ കളഞ്ഞിട്ട് പോകരുത്, നിങ്ങൾ എപ്പോഴും കൂടെ കാണണമെന്ന് വിചാരിച്ചിട്ട് മേ ബി അതെല്ലാം ഓപ്പൺ ആയിട്ടുള്ളതുപോലെ പറഞ്ഞാൽ നിങ്ങൾ കളഞ്ഞിട്ട് പോവോ, റിലേഷൻ നിർത്തുമോ എന്നുള്ളൊരു പേടി അവിടെ ഉള്ളതുകൊണ്ടാവാം. പക്ഷേ ഈ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, സോ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. യൂണിവേഴ്സായിട്ട് തരുന്നൊരു മെസ്സേജും അതാണ്. മേ ബി നിങ്ങൾക്കറിയായിരിക്കാം എന്താണ് ആ പേഴ്സൺ കള്ളം പറഞ്ഞിട്ടുള്ളത്, എന്താണ് സിറ്റുവേഷൻ. നിങ്ങളിവിടെ മെഡിറ്റേഷൻ കാര്യങ്ങൾ, യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾക്ക് ഏറ്റവും അധികം ഒരു ഇൻറ്റ്യൂഷൻ പവർ ഉണ്ടെങ്കിൽ നമ്മൾക്ക് പല കാര്യങ്ങളും ആരും പറയാതെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, ഒരു തീരുമാനമെടുക്കാൻ സാധിക്കും. സോ അതിനാണ് മെഡിറ്റേഷൻ കാര്യങ്ങൾ, യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറയുന്നത്. ഓക്കെ, നമ്മൾക്ക് നമ്മളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനും നമ്മളുടെ ഇൻറ്റ്യൂഷൻ പവർ കൂട്ടിയെടുക്കാനും സാധിച്ചു കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ്. എന്ത് സിറ്റുവേഷൻ വന്നാലും നമ്മൾക്കധികം ബാധിക്കില്ല. ഈ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് എല്ലാവരും പേഴ്സണൽ റീഡിംഗ് എടുക്കുന്ന സമയത്തും ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, എന്താണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളതിനെ പേടിക്കാതിരിക്കുക. അങ്ങനൊരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോഴേ ഇത് അതുകൊണ്ടാണ് എന്നൊരു നെഗറ്റീവ് തോട്ട് ഒരിക്കലും പാടില്ല. നമ്മൾ ഭയങ്കര പോസിറ്റീവ് എനർജിയിലും ഒരു ഹൈ വൈബ്രേഷനിലും ഉള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്കതൊന്നും ഏൽക്കാൻ പോകുന്നില്ല. ഓക്കെ, നിങ്ങളുടെ എനർജി ഭയങ്കര ഡൗൺ ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങളെ ഏൽക്കുന്നത്. അത് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക. സോ അതിന് ഏറ്റവും വലിയൊരു പ്രതിവിധി അല്ലെങ്കിൽ നമ്മൾക്കത് എങ്ങനെ മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് അങ്ങനൊരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഒന്നും നമ്മളെ ബാധിക്കാതിരിക്കാൻ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം പോസിറ്റീവായിട്ടിരിക്കുക, ഇതിനെ ഒന്നും പേടിക്കാതിരിക്കുക, നമ്മളുടെ എനർജി ഹൈ ആക്കി വെക്കുക, മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുമ്പോഴൊക്കെ ടെൻഷൻ ആവാതിരിക്കുക, മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളുടെ ഇന്നർ ഇൻറ്റ്യൂഷൻ കൂട്ടിയെടുക്കുക. നമ്മളെ ഒരാൾക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും ആർക്കും നമ്മളെ ഒന്നും എനർജി കൊണ്ട് നമ്മളെ തളർത്താൻ സാധിക്കില്ല എന്നതാണ്. സോ
അത് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക. കുറച്ച് പേർക്കെങ്കിലും ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ബാക്ക് ടു റീഡിങ്ങിലേക്ക് വരാം. റിലേഷൻഷിപ്പിലും പലരും മേ ബി ഇങ്ങനൊരു ബ്ലാക്ക് മാജിക് എഫക്റ്റിനെയോ നെഗറ്റിവിറ്റിയും നെഗറ്റീവ് എനർജിയൊക്കെ പേടിക്കുന്നുണ്ടായിരിക്കാം. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ മാക്സിമം പോസിറ്റീവായിട്ടിരിക്കുക, നിങ്ങളുടെ എനർജി കൂട്ടുക. അതാണ് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. ഓക്കെ, എന്തെങ്കിലും ബ്ലോക്കേജ് മാസങ്ങളോ വർഷങ്ങളോ ആയിട്ട് ഒരു പുരോഗതിയും ഇല്ലാതെ സെയിം രീതിയിൽ തന്നെ റിലേഷൻഷിപ്പോ കരിയറോ വാട്ടെവർ മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് അവിടെ മാറേണ്ടത്. ഓക്കെ, നിങ്ങളുടെ എനർജി ഭയങ്കര ലോ ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്ത് ആഴ്ചകളും മാസങ്ങളും പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ഇവിടെ ഒരു ഫെമിനൈൻ എനർജി തേർഡ് പാർട്ടിയായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മേ ബി ആളുടെ ഫ്രണ്ട് അല്ലെങ്കിൽ മദർ ഫിഗർ, സിസ്റ്റർ, വാട്ടെവർ ഒരു ഫെമിനൈൻ എനർജി ഇവിടെ എടുത്ത് കാണിക്കുന്നു. ഫ്യൂച്ചറിലോട്ടും ആ ഒരു തേർഡ് പാർട്ടി അവിടെ തന്നെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഭയങ്കര ഒരു ഹൈ എനർജിയിലേക്ക് നിങ്ങൾ വരികയാണ്, ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് വരികയാണെങ്കിൽ, അതായത് തേർഡ് പാർട്ടിയെക്കാട്ടി എനർജി നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് ഒരു സക്സസ്സിലേക്ക് പോകും. ഓക്കെ, ആ പേഴ്സൺ ഇനി ഒരു കള്ളം പറയാത്ത രീതിയിൽ നിങ്ങളുമായിട്ടൊരു ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ്, നിങ്ങളുടെ അടുത്ത് ഇനി കള്ളം പറയരുത് എന്നൊരു തീരുമാനവും, നിങ്ങളുമായിട്ട് നല്ലൊരു ഫാമിലി ലൈഫ്, ഒരു ഫ്യൂച്ചറൊക്കെ ഈ പേഴ്സൺ സ്വപ്നം കണ്ടു തുടങ്ങും. ഓക്കെ, സോ ഇപ്പോൾ ഈ പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 50% മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ. ഇപ്പോഴും നിങ്ങളെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ അടുത്ത് പറയുന്ന കാര്യങ്ങളൊന്നും സത്യമല്ലാത്തൊരു സിറ്റുവേഷനൊക്കെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ ഇഷ്ടമാണ്, പക്ഷേ മേ ബി നിങ്ങൾ കളഞ്ഞിട്ട് പോവുമോ എന്നുള്ളൊരു പേടി കാരണമായിരിക്കാം. പക്ഷേ അത് നല്ലതല്ല അല്ലേ. എന്താണെങ്കിലും ഉള്ളതുപോലെ പറയുക എന്നതാണ് എനിക്ക് കൂടുതലും പറയാനുള്ളത്. അതാണ്, നിങ്ങളുടെ ഫോട്ടോസൊക്കെ നോക്കുന്ന ഒരു സിറ്റുവേഷനും കാര്യങ്ങളും പാസ്റ്റ് ലൈഫുമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനൊരു ബന്ധമുള്ളതായിട്ടും കാണാൻ സാധിക്കുന്നു. നിങ്ങളുമായിട്ട് എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ, ഒരു മാരേജ്, എൻഗേജ്മെൻ്റ് ഒക്കെ പോസിബിൾ ആകണം, അങ്ങനൊരു ആഗ്രഹവും ഈ പേഴ്സണുള്ളതായിട്ട് കാണിക്കുന്നു. ഒരു ഫ്യൂച്ചർ സ്പൗസ് എന്ന രീതിയിലാണ് നിങ്ങളെ കാണുന്നത്. ഇപ്പോഴും ഇഷ്ടമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ ഒരു ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നൊരു അവസ്ഥയും ഇടയ്ക്കിടയ്ക്ക് ചീറ്റ് ചെയ്യുന്നൊരവസ്ഥയും എത്രയൊക്കെ വന്നാലും നിങ്ങൾ പോകത്തില്ല എന്നുള്ളൊരു കോൺഫിഡൻസും ഇവിടെ കാണാൻ പറ്റുന്നു. ഈ പേഴ്സൺ കംപ്ലീറ്റ് ആയിട്ട് ഇനി ഒരു മാറ്റം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എത്രത്തോളം എനർജി വരുന്നു അതിനനുസരിച്ചൊരു മാറ്റം ഈ പേഴ്സണിലും നമ്മൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. സോ അല്ലാതെ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്, കള്ളമാണ് പറയുന്നത്, കുറ്റബോധമുണ്ട്, എന്നാൽ മാറാൻ തയ്യാറാവുന്നില്ല. അറ്റ് പ്രസൻറ്റ് ഒരു മാറ്റം എനിക്ക് കാർഡ്സിൽ കാണാൻ സാധിക്കുന്നില്ല കേട്ടോ. സോ ബോട്ടം ഓഫ് ദ ഡെക്കും 9 ഓഫ് സോഡ്സ് ആണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ മിക്ക റീഡിങ്ങിലും പറയാറുണ്ട്, ഇഷ്ടമാകാം പക്ഷേ ഒരു അഡിക്ഷൻ പാടില്ല. ഓക്കെ, സോ അതാണ് എനിക്കിവിടെയും പറയാനുള്ളത്. നിങ്ങൾക്ക് ഉറക്കക്കുറവ്, ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളതായിട്ടും ഉണ്ടാവാനുള്ളൊരു ചാൻസും കാണിക്കുന്നു ഈ റിലേഷൻഷിപ്പ് കാരണം. ഓക്കെ, സോ വേറൊരാളുടെ എനർജി നമ്മളെ എത്രത്തോളം ബാധിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെയാണ് ബ്ലാക്ക് മാജിക് എഫക്റ്റും, അതും നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ എനർജി ലോ ആണെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് അട്രാക്റ്റ് ആകും, ഒരുപാട് ഇഷ്യൂസ് അത് കാരണം വരും. നമ്മളുടെ എനർജി ഹൈ ആണെങ്കിൽ നമ്മൾ ഇതൊന്നും ഒരു രീതിയിലും ബാധിക്കില്ല എന്നത് മനസ്സിലാക്കണം കേട്ടോ. സോ ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം ഇഷ്ടമല്ല, ഇഷ്ടത്തിനപ്പുറം ഒരു അഡിക്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഉറക്കക്കുറവ്, ഹെൽത്ത് ഇഷ്യൂസ്, ഫുഡൊന്നും കറക്റ്റ് ടൈമിൽ കഴിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, ജോബിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. പ്രശ്നം റിലേഷൻഷിപ്പിൽ മാത്രമല്ല, കരിയർ വൈസും നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടാവാം. മൊത്തത്തിൽ നിങ്ങൾ ഡൗൺ ആയിട്ട് നിൽക്കുന്നൊരു അവസ്ഥയാണ്. പക്ഷേ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾ ഇങ്ങനെ നിൽക്കേണ്ട ആളുകളല്ല. വിൽ ഓഫ് ഫോർച്യൂണൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് യൂണിവേഴ്സായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് ചെയ്യാനുണ്ട്, ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഒരുപാട് പേരെ, നിങ്ങളുടെ പാരൻസിനെയോ കുട്ടികളെയോ ഒക്കെ നിങ്ങൾക്ക് നോക്കാനും, അല്ലെങ്കിൽ ഫ്രണ്ട്സ്, അങ്ങനെ ഒരുപാട് റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കുണ്ട്. ചെയ്തു തീർക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ ഇങ്ങനെ സ്റ്റക്കായി നിന്നാൽ മാത്രം പോരാ, നിങ്ങൾക്കും ഒരു ലൈഫ് ഉണ്ടല്ലേ. സോ യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഇവിടെ സ്റ്റക്കായി നിൽക്കേണ്ട ആൾക്കാരല്ല എന്ന് മനസ്സിലാക്കുക. എല്ലാത്തിലും ഒരു സ്റ്റക്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മെഡിറ്റേഷനോ കാര്യങ്ങളോ യോഗയോ റേക്കി ഹീലിങ്ങോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്യൂസ് പറഞ്ഞ് ഏതെങ്കിലും ഒരു ടാരോ റീഡർ വഴി റീഡിങ് എടുക്കുകയോ അതിനൊരു സൊല്യൂഷനിലേക്ക് എത്തുകയോ, മൂവ് ഓൺ ചെയ്യേണ്ട റിലേഷൻഷിപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിൽക്കാതെ മൂവ് ഓൺ ചെയ്യുകയും ചെയ്യണം. ഓക്കെ, സോ
ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് പൈലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം, അതായിരിക്കും കുറച്ചും കൂടി ഈസി. അതേപോലെ തന്നെ ഫ്രീ റീഡിങ്ങിൻ്റെ കാര്യം ഞാൻ ഒന്നും കൂടി പറയുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് കാര്യവും കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ സിറ്റുവേഷൻ, ഏഞ്ചൽ നമ്പേഴ്സിനെ പറ്റിയോ, നിങ്ങൾ അടുത്ത സമയത്ത് ഏറ്റവും അധികം കാണുന്ന ഏഞ്ചൽ നമ്പറിനെ പറ്റിയോ, അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, യൂണിവേഴ്സിനടുത്തുള്ള ഗ്രാറ്റിറ്റ്യൂഡ്, വട്ടെവർ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതിൽ നിന്നും ഞാൻ 1, 2, 3 അതിൽ കൂടുതലോ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. വീഡിയോസിൽ തന്നെ ഞാൻ സ്ക്രീൻഷോട്ടും കാണിക്കുന്നതായിരിക്കും. 10 ഡേയ്സ് കൂടുമ്പോഴാണ് നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. മേ ബി അതിന് മുൻപേ തന്നെ ഞാൻ ഇടയ്ക്കുള്ള വീഡിയോസിൽ അനൗൺസ് ചെയ്യാം കേട്ടോ. 2 ദിവസം, 2 തോന്നുന്നുണ്ട്, 2 ദിവസം മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ വിന്നേഴ്സിനെ, നമ്മളുടെ ഫസ്റ്റ് സെക്ഷൻ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത സെക്ഷനിൽ നിങ്ങളും സെലക്ട് ആവട്ടെ. സോ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ടേക്ക് കെയർ, ബൈ. ഓക്കെ, സെക്കൻഡ് പൈൽ ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. ദ ലവേഴ്സ് കാർഡ് കിട്ടിയിട്ടുണ്ട്, ദ ഹെർമിറ്റ്, 5 ഓഫ് കപ്സ്, പേജ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്, നൈറ്റ് ഓഫ് വാണ്ട്സ്, ദ ചാരിയറ്റ്, ദ ഹൈ പ്രീസ്റ്റേഴ്സ്, കിങ് ഓഫ് സോഡ്സ്, ഡെത്ത് കാർഡ് ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് ജസ്റ്റിസ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഭയങ്കര ഒരു ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയിട്ടുണ്ട്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇങ്ങനൊരു പേഴ്സണുമായിട്ട് ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് കമ്മിറ്റ്മെൻ്റ് ഒക്കെ വന്നിട്ടുള്ളത്. എത്രയൊക്കെ ഒരു നോ കോണ്ടാക്റ്റിൽ പോയാലും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു ഡീപ്പ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ്. നിങ്ങളുടെ വ്യക്തിക്കും എന്തുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഇത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്നു? മേ ബി നേരത്തെയോ റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സണ്. പക്ഷെ നിങ്ങളുമായിട്ടുള്ളൊരു കണക്ഷൻ ഭയങ്കര സ്പെഷ്യലായിട്ട് തന്നെയാണ് ഈ പേഴ്സൺ കാണുന്നത്. ഓക്കെ, ട്വിൻ ഫ്ലെയിം കണക്ഷൻ ലോകത്ത് തന്നെ വളരെ ചുരുക്കമായിരിക്കും. എന്നാലും ഈ ഒരു സെക്കൻഡ് പൈല് ട്വിൻ ഫ്ലെയിം കണക്ഷൻ എനിക്ക് എടുത്ത് കാണിക്കുന്നുണ്ട്. എല്ലാവരും എന്നല്ല, എന്നാലും അത് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ട്വിൻ ഫ്ലെയിം കണക്ഷന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. അത് ഒന്നിക്കുക എന്നുള്ളത് ഭയങ്കര പ്രയാസകരമാണ്. ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം തന്നെ വരും. രണ്ടുപേരും ഒരേപോലെ സ്ട്രെങ്ത് എടുത്ത് നിന്നാൽ മാത്രം, അല്ലെങ്കിൽ ഒരേ ഡിസിഷൻ ഒരുമിച്ചെടുത്ത് നിന്ന് മാത്രമായിരിക്കും അത് ഒരു സക്സസ്സിലേക്കോ ഒരു വിവാഹത്തിലേക്കോ ഒക്കെ പോവുക. പല രീതിയിലും നമ്മൾക്ക് മെൻ്റലി ഡൗൺ ആവുന്ന ഒരു സിറ്റുവേഷനോ റിലേഷൻഷിപ്പ് നിർത്താം എന്നൊരു തോന്നലും കാര്യങ്ങളുമൊക്കെ വരുന്ന ഒരു കണക്ഷൻ തന്നെയാണ്. ഒന്നിക്കാൻ വളരെയധികം പ്രയാസകരവുമാണ്, എന്നാൽ മൂവ് ഓൺ ചെയ്യാനും അതിലേറെ പ്രയാസവുമാണ്. ഓക്കെ, സോ അങ്ങനെ ഒരു കണക്ഷനാണ് ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത്. ലോകത്ത് തന്നെ വളരെ ചുരുക്കമാണ്. ഈ ഒരു സെക്കൻഡ് പൈലിൽ എല്ലാവരും ട്വിൻ ഫ്ലെയിം എന്നല്ല, ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്. സോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസിനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക. മുൻ ജന്മവുമായിട്ടും നിങ്ങൾക്ക് ബന്ധമുണ്ട്, നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയിരുന്നു എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മേ ബി കർമ്മ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിലുള്ളത് കൊണ്ട് തന്നെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ ഒരു സെപ്പറേഷനൊക്കെ വരികയും വീണ്ടും അതൊരു റീകൺസിലേഷൻ, റീയൂണിയനിലേക്ക് പോകാനുള്ളൊരു ചാൻസും ഇവിടെ കാണിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇത് ഇടയ്ക്ക് വെച്ചിട്ട് ഒരു സെപ്പറേഷനിലും നോ കോണ്ടാക്റ്റിലും മേ ബി ബ്ലോക്ക് ചെയ്തിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്കും ഒക്കെ തന്നെ പോകും. എന്നാലും വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വെയിറ്റിംഗ് പീരീഡ് മുൻ ജന്മവുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ മാസങ്ങളോ ചിലർക്കത് വർഷങ്ങളോ പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. സോ പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്നത് അതൊരുപാടുണ്ട്, ഈ ഒരു റീഡിങ്ങിലൊന്നും തീരില്ല. അതുകൊണ്ട് തന്നെ മാസങ്ങളും വർഷങ്ങളും ചിലർക്ക് എടുത്ത് ഞാൻ പേഴ്സണൽ റീഡിങ്ങിലും കണ്ടിട്ടുണ്ട്. സോ ആഫ്റ്റർ ദാറ്റ് അതൊരു റീകൺസിലേഷൻ, റീയൂണിയനിലേക്ക് പോകാനുള്ളൊരു ചാൻസ് ഇവിടെയുണ്ട്. 5 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്, പേജ് ഓഫ് കപ്സ്, ഒരു നഷ്ടപ്രണയം. ഇത് സെപ്പറേഷനിൽ വരുന്ന സമയത്താണ് എത്രത്തോളം ഇതിൽ ഒരു ഡീപ്പ് കണക്ഷൻ ഉണ്ടായിരുന്നു, എത്രത്തോളം സ്പെഷ്യലാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൺ എന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലാകുന്നത് ഒരു സെപ്പറേഷൻ വരുന്ന സമയത്താണ്. ഏറ്റവും അധികം ദുഃഖം അല്ലെങ്കിൽ ഒരുപാട് ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിൽ, രണ്ടുപേരുടെയും ലൈഫിലുണ്ടെങ്കിലും ഈ റിലേഷൻഷിപ്പ് ഒരു ഫസ്റ്റ് പ്രയോറിറ്റി എന്തെങ്കിലും സെപ്പറേഷൻ വരുന്ന സമയത്ത് മെൻ്റലി ഡൗൺ ആകുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളും ഒക്കെ തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 5 ഓഫ് കപ്പാണ്.
ഒരു കടലിൻ്റെ നടുക്കുവെട്ട അവസ്ഥ, അങ്ങോട്ട് നീന്തണോ ഇങ്ങോട്ട് നീന്തണോ, എന്താണ് ചെയ്യേണ്ടത്, ഫുള്ളി സ്റ്റക്കായി പോകുന്നൊരു സിറ്റുവേഷൻ റിലേഷൻഷിപ്പ് കാരണം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചുറ്റിനും സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടും അതിലൊന്നും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനോ സന്തോഷിക്കാനോ, ചുറ്റുമുള്ളവർ സന്തോഷിക്കുന്ന സമയത്ത് പോലും നിങ്ങൾ വിഷമിച്ച് ഈ ഒരു പേഴ്സണെ ആലോചിച്ച് നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഒരേപോലെയുണ്ട്. ആ പേഴ്സൺ മേ ബി ഇതൊന്നും പുറത്ത് പ്രകടിപ്പിക്കുന്നുണ്ടായിരിക്കത്തില്ല, പക്ഷേ ആ പേഴ്സണും ഒരുപാട് ഫീൽ ആകുന്നുണ്ട്. ഓക്കെ, ആ ഒരു നോ കോണ്ടാക്ട് സെപ്പറേഷനൊക്കെ വരുന്ന സമയത്ത് ഇവിടെയും സ്നേഹിക്കുന്ന മിസ് ചെയ്യുന്ന ഒരു പേഴ്സണെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഈ പേഴ്സണെ ചേസ് ചെയ്യാതിരിക്കുക എന്നൊരു മെസ്സേജ് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നും എനിക്ക് കിട്ടുന്നു. എന്തെങ്കിലും ഒരു നോ കോണ്ടാക്റ്റോ ബ്രേക്കപ്പോ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങോട്ടേക്ക് പോയി ചേസ് ചെയ്യാതിരിക്കുക ഈ പേഴ്സണെ. ഓക്കെ, സെക്കൻഡ് പൈലിൽ ഈ പേഴ്സണെ ചേസ് ചെയ്യാതിരിക്കുക, നോ കോണ്ടാക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ദ ചാരിറ്റും കിട്ടിയിട്ടുണ്ട് നമ്മൾക്കിവിടെ. ഇതിലേറ്റവും വലിയൊരു പ്രശ്നം, ഒരു സ്ട്രോങ് ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ഒരു റീസണായിട്ട് പറയാം. പാസ്റ്റ് ലൈഫ് കണക്ഷൻ, ചിലരുടെ കേസിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്, അതും ഒരു റീസണായിട്ട് പറയാം. ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ആൻഡ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, പറയാതിരിക്കാൻ വയ്യ. പലരും നിങ്ങളുടെ ചുറ്റിനുമുള്ള പലർക്കും ഈ കണക്ഷൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണെ അല്ലെങ്കിൽ നിങ്ങളെ വേറെ പലരും മാനിഫെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഇവിടുത്തെ പ്രശ്നം. എനർജിയിൽ ഒരു പിടിവലി നടക്കുന്നു. നിങ്ങളുടെ വ്യക്തിയെ വേറെ ആരെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ വേറെ ആരെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. സോ ഒരു മാനിഫെസ്റ്റേഷൻ, വേറൊരു തേർഡ് പേഴ്സൻ്റെ മാനിഫെസ്റ്റേഷൻ ഇവിടെ നടക്കുന്നു. ഫാമിലി എതിർത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങൾ സ്പ്ലിറ്റ് ആകാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ നെഗറ്റീവായിട്ട് ചെയ്യുന്നൊരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട്. കിങ് ഓഫ് സോഡ്സ് കിട്ടിയിട്ടുണ്ട്. ഈ പേഴ്സൻ്റെ ഓരോ വാക്കിനും വളരെയധികം മൂർച്ചയുണ്ട്. മേ ബി അത് നിങ്ങൾക്ക് ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ, എപ്പോഴും ഈ പേഴ്സൺ പറയുന്നതെല്ലാം തന്നെ നിങ്ങൾ ഓർത്തിരുന്ന് അതിൽ വീണ്ടും വീണ്ടും വിഷമിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഡെത്ത് കാർഡ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ചുറ്റിനുമുള്ള പലരും ഇത് ഒന്ന് എൻഡായി കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരെ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കുക. ഞാൻ ഫസ്റ്റ് പൈലിൽ കുറച്ച് കാര്യങ്ങൾ ബ്ലാക്ക് മാജിക് എഫക്റ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ പേഴ്സണൽ റീഡിംഗ് എടുക്കുന്ന സമയത്തും ബ്ലാക്ക് മാജിക് എഫക്റ്റ് എന്ത് ചെയ്യാൻ സാധിക്കും, ഇതെങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കും, നമ്മൾക്ക് റേക്കി ഹീലിംഗും മെഡിറ്റേഷൻ കാര്യങ്ങൾ, യോഗ, എങ്ങനെ ഈ മെഡിറ്റേഷൻ യോഗയൊക്കെ പ്രാക്ടീസ് ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ബ്ലാക്ക് മാജിക് എഫക്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിക്കാതിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പേടിക്കാതിരിക്കുക. ഓക്കെ, എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് ഇത് അതുകൊണ്ടാണ് എന്നൊരു തോന്നൽ മാറ്റി വെക്കുക. ഓക്കെ, അടുത്തതായിട്ട് നിങ്ങളുടെ എനർജി ഹൈ ആക്കി വെക്കുക. നമ്മളൊരു ഹൈ ഫ്രീക്വൻസിയിലാണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ എനർജി അവിടെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, സോ അത് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് നിങ്ങളെ ഇതെല്ലാം ബാധിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു തടസ്സം വരുന്നത്? നിങ്ങളുടെ എനർജി ലോ ആണ്. അതിന് കാരണം നിങ്ങൾ തന്നെയാണ്. ഇതെല്ലാം ഏൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങൾ തന്നെയാണ്. സോ നിങ്ങൾ മെഡിറ്റേഷൻ, യോഗ, റേക്കി ഹീലിംഗ്, എന്തെങ്കിലും ഇഷ്യൂസ് കേട്ടാൽ അപ്പോൾ തന്നെ ഡൗൺ ആകുന്നൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അത് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെ അത് ഏൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് അതിൻ്റെ കാരണവും. സോ നമ്മളുടെ എനർജി ഹൈ ആണെങ്കിൽ ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, സോ അത് മനസ്സിലാക്കുക. ആൻഡ് ജസ്റ്റിസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നും ഒരു ജസ്റ്റിസ് കിട്ടും. നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരുന്നോളൂ, മാനിഫെസ്റ്റ് ചെയ്തോളൂ. എന്താണോ നിങ്ങളുടെ ആഗ്രഹം അത് യൂണിവേഴ്സിൻ്റെ അടുത്ത് പറയാം. യൂണിവേഴ്സായിട്ട് അത് നടത്തിത്തരും. ഒരു ജസ്റ്റിസ് കിട്ടും. കോടതി ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും കേസോ വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. അതിലും നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നു. വിഷ്വലൈസ് ചെയ്യാം. ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്കാണ് നിങ്ങളുടെ വ്യക്തിയെ വിഷ്വലൈസ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നത്. എന്താണോ നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് ആഗ്രഹിക്കുന്നത്, ഒരു കോൾ ആയിക്കോട്ടെ, നിങ്ങളുടെ ഫോണിൽ എന്താണോ ആ പേഴ്സൻ്റെ നെയിം സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അങ്ങനെ ഒരു കോൾ വരുന്നതായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. ഒരു മെസ്സേജ് വരുന്നതായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. നേരിട്ട് കാണുന്നതായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ലൈഫിൽ ഇതുവരെ നടന്നു കിട്ടിയിട്ടുണ്ട്. ഒരു കാര്യം പോലും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടിയിട്ടുണ്ട്. നെഗറ്റീവായിട്ട് ആർക്കും നെഗറ്റീവായിട്ട് വരുന്നൊരു കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാതിരിക്കുക. റിലേഷൻഷിപ്പ് മാത്രമല്ല, നിങ്ങളെപ്പോഴും ചെയ്യേണ്ടത് റിലേഷൻഷിപ്പിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അത് മാത്രം മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പേരെ പേഴ്സണൽ റീഡിംഗ് എടുക്കുന്ന സമയത്തും എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ അവരോട് എല്ലാവരോടും പറയുന്നത് അങ്ങനെ ചെയ്യരുത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്ട്രോങ്
സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, പലരും റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് സ്വന്തം കാര്യം മറന്നു പോകുന്ന ഒരു അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. അത് അങ്ങനെ ചെയ്യരുത് കേട്ടോ. സോ സ്വന്തം കാര്യങ്ങൾ മറന്ന് റിലേഷൻഷിപ്പിലിരിക്കുന്ന പേഴ്സണെ, അതും ഒരു ഉറപ്പുമില്ലാതെ നിൽക്കുന്ന ഒരു വ്യക്തിനെ ഒരുപാടങ്ങ് ഒരു അഡിക്ഷൻ പോലെ സ്നേഹിക്കാൻ പാടില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്റ്റ്, അതിൽ ഒരു പ്രയോറിറ്റി കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ സെക്കൻഡ് പൈലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. എൻ്റെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം, അതായിരിക്കും കുറച്ചും കൂടി ഈസി. ഓക്കെ, ആൻഡ് ഫ്രീ റീഡിങ്ങിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കോമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് കാര്യം കോമൻറ്റ് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സിറ്റുവേഷൻ, അടുത്ത സമയത്തായിട്ട് നിങ്ങൾ ഏറ്റവും അധികം കണ്ടിട്ടുള്ള ഏഞ്ചൽ നമ്പർ, യൂണിവേഴ്സിനടുത്തുള്ള ഗ്രാറ്റിറ്റ്യൂഡ്, നിങ്ങൾക്ക് എന്തും കോമൻറ്റ് ചെയ്യാം. അതിൽ നിന്നും 10 ദിവസം കൂടുമ്പോഴോ അതിനുള്ളിൽ തന്നെയോ ഞാൻ വിന്നേഴ്സിനെ യൂട്യൂബ് വീഡിയോയുടെ ഇടയിൽ തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. 2 ദിവസം മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ അനൗൺസ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഫസ്റ്റ് സെക്ഷൻ വിന്നേഴ്സിനെ. അവർക്ക് ഞാൻ പേഴ്സണൽ റീഡിംഗ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അതേപോലെ അടുത്ത സെക്ഷൻ നിങ്ങൾക്ക് കോമൻറ്റ് ചെയ്യാം. അടുത്ത വിന്നേഴ്സിനെ വരും വീഡിയോസിൽ ഞാൻ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. സോ ടേക്ക് കെയർ, ബൈ.